ഹായ് ഫ്രണ്ട്സ്, ഷാസവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് വേനൽക്കാലത്ത് നമുക്ക് നിറയെ പൂക്കൾ തരുന്ന അടിപൊളി 2-3 പ്ലാന്റുകളെ കുറിച്ച് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എന്താണെന്നറിയോ, ഇപ്പോൾ വേനൽ കൂടുന്നോറും നമ്മൾ വീട്ടിലത്തെ ചെടികളൊക്കെ കരിഞ്ഞു പോവാണ്. ഒറ്റ പ്ലാന്റിൽ ഫ്ലവേഴ്സ് ഇല്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണല്ലോ, ചൂട് കൂടി വരല്ലേ. അപ്പോൾ ഈ ചൂട് കൂടുന്തോറും നമുക്ക് പൂക്കൾ തരുന്ന ഒരു 3 വെറൈറ്റി പ്ലാന്റുകളാണ് കേട്ടോ. അതിൽ ആദ്യത്തെ പ്ലാന്റ് നമുക്ക് വരുന്നത് സീനികയാണ് കേട്ടോ. സീനികയുടെ ഹൈബ്രിഡാണ്. അതായത് മിനിയേച്ചർ, ഇങ്ങനെ ഹൈറ്റ് കുറഞ്ഞിട്ട് ബുഷിയായിട്ട് നിറയെ ഫ്ലവേഴ്സ് തരുന്ന പ്ലാന്റാണ് കേട്ടോ. അതറിയാമല്ലോ, നിങ്ങൾ കണ്ടിട്ടില്ലേ, വെയിലത്ത് നമ്മളിങ്ങനെ ഒരു ബോർഡറായിട്ടും പോട്ടിനകത്തും ഒക്കെ വെച്ച് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ല കുറേ കളേഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. നല്ല ഡാർക്ക് കളേഴ്സൊക്കെ അവൈലബിൾ ആണ് സീനികയുടെ. പിന്നെ രണ്ടാമത്തെ നമുക്ക് അസേലിയാണ്. മൂന്നാമത്തെ പ്ലാന്റ് ആണ് നമുക്ക് 10 മണി പ്ലാന്റ് ആണ് കേട്ടോ. അതായത് ടേബിൾ റോസ് എന്നൊക്കെ അതിന് അറിയപ്പെടുന്നുണ്ട്. ആ ടേബിൾ റോസിൻ്റെ പ്ലാന്റുകളാണ്. നല്ല റെയർ കളേഴ്സ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. ഒരു 15 കളേഴ്സോളം ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ അതേപോലെ തന്നെ അസേലിയ എന്ന് പറയുമ്പോൾ, അസേലിയനെ കുറിച്ച് കുറേ ആൾക്കാർക്ക് അറിയാം. അസേലിയ നമുക്ക് നഷ്ടപ്പെടാത്ത ചെടിയാണ് അസേലിയ, കമേലിയ ചെടിയൊക്കെ. അപ്പോൾ കുറച്ച് ആൾക്കാർക്ക് ഈ അസേലിയ പ്ലാന്റിനെ കുറിച്ച് പറയുമ്പോൾ അവർ പറയുന്നുണ്ട് അവരുടെ കയ്യിൽ നിന്ന് നശിച്ചു പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് അറിയാം, ചെറിയ പ്ലാന്റ് ഒരിക്കലും നമ്മൾ അസേലിയ പ്ലാന്റ് മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ കുറേയൊക്കെ നമുക്ക് ചീഞ്ഞു പോകും. അപ്പോൾ നമ്മൾ മേടിക്കുമ്പോൾ എപ്പോഴും കുറച്ച് വലിയ ഹെൽത്തി ആയിട്ടുള്ള സ്റ്റെമ്പ് ഭാഗം കുറച്ച് കട്ടിയായിട്ടുള്ള പ്ലാന്റ് തന്നെ മേടിക്കാൻ നോക്കുക കേട്ടോ. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ പോട്ടി മിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ കരിയിലയാണ് പോട്ടി മിക്സിൽ കൂടുതലായിട്ടും ഉൾപ്പെടുത്തേണ്ടത്. എന്നിട്ട് കുറച്ച് എന്താ പറയുക, ഒരു എല്ലുപൊടിയൊക്കെ കുറച്ച്, വളരെ കൂടുതൽ വളങ്ങളൊന്നും അടയരുത്. കുറച്ച് കരിയിലയും കുറച്ച് മണ്ണും കുറച്ച് ചാണകപ്പൊടി അല്ലെങ്കിൽ എല്ലുപൊടിയൊക്കെ വളരെ കുറച്ച് മിക്സായിട്ട് ഒരു പോട്ടി മിശ്രിതം ഉണ്ടാക്കുക. നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിക്കോളൂ കേട്ടോ. എന്നിട്ട് പിന്നീട് നമ്മൾ ആദ്യം കിട്ടിക്കഴിയുമ്പോൾ ഷെയ്ഡുള്ള ഏരിയയിൽ വെച്ച് വളർത്തുക. എന്നിട്ട് പോട്ടിലേക്ക് പിടിച്ചതിന് ശേഷം നല്ല വെയിലുള്ള ഏരിയയിലേക്ക് വെച്ച്, പിന്നെ ഫ്ലവർ വിരിയുന്ന സമയത്ത്, അതായത് ഒരു 6 മാസത്തിനൊക്കെ ശേഷം ഫ്ലവർ ഫെർട്ടിലൈസർ ഉണ്ടാകും. അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നല്ലൊരു പൂമരം നമ്മുടെ വീട്ടിലുണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് ഏതൊക്കെ പ്ലാന്റ്സ് ആണ്, അതിൻ്റെ കളേഴ്സൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ആദ്യത്തെ പ്ലാന്റ് ഏതാണ് നോക്കട്ടോ. അത് നമ്മുടെ ആദ്യത്തെ പ്ലാന്റ് സീനികയാണ്. സീനിയുടെ ഹൈബ്രിഡ് വെറൈറ്റി എന്ന് പറഞ്ഞില്ലെങ്കിൽ ബുഷി ആയിട്ടുണ്ടാവും കേട്ടോ. അത് ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ കളർ എന്ന് പറയുന്നത് ഡാർക്ക് ഓറഞ്ചാണ് കേട്ടോ. ഒരു തീ കളറാണ്. ഓറഞ്ചും യെല്ലോയും കളർ കോമ്പിനേഷൻ വരുന്ന ഒരു ഡാർക്ക് തീ കളറാണ് കേട്ടോ ഇത് ആദ്യത്തെ. രണ്ടാമത്തെ കളറ് വരുന്നത് ബേബി പിങ്ക് ആണ് കേട്ടോ. ഭയങ്കര ഭംഗിയുള്ള പ്ലാന്റാണ്. ഇത് ഒരു 2 കളർ മാത്രമേ ഉള്ളൂ നമുക്ക് ലൈറ്റ് ആയിട്ട് വരുന്നത്. രണ്ടാമത്തെ ബേബി പിങ്ക് ആണ്. മൂന്നാമത്തെ കളറ് റെഡാണ് കേട്ടോ. ഭയങ്കര ഭംഗിയുള്ള കളറാണ്, ഡാർക്ക് റെഡാണ്. നാലാമത്തെ കളറ് നല്ല വൈറ്റാണ് കേട്ടോ, പ്യൂർ വൈറ്റാണ്. അപ്പോൾ എനിക്കൊക്കെ ഓർമ്മയുണ്ട്, നമ്മുടെ ചെറുപ്പ കാലങ്ങളിലൊക്കെ എല്ലാ വീടുകളിലും സീനിയർ പ്ലാന്റുകൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ആ സീനിയർ പ്ലാന്റ് ഒരിക്കലും നഷ്ടപ്പെട്ടു പോവില്ല. അത് പ്ലാന്റ് തണ്ടൊക്കെ ഉണങ്ങിക്കഴിഞ്ഞാലും അതിനകത്തുള്ള വിത്തുകൾ അവിടെ ചാടിയിട്ട് വീണ്ടും മഴ പെയ്യുമ്പോൾ വീണ്ടും കിളിർത്ത് നിറയെ പ്ലാന്റുകൾ എന്താ പറയുക, ഒരു പറമ്പിലൊക്കെ നിറയെ ഉണ്ടായിട്ടുള്ള എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പോൾ നിറയെ ഫ്ലവേഴ്സ്, ഡാർക്ക് കളർ ഫ്ലവേഴ്സ് വരും. വീണ്ടും അതിങ്ങനെ കരിഞ്ഞു പോകും. അതിൻ്റെ വിത്തുകൾ ചാടിയിട്ട് തന്നെ, അതിന് വലിയ വളങ്ങളും കെയറിങ്ങിൻ്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ. അപ്പം അങ്ങനെ അടിപൊളി പ്ലാന്റ് തന്നെയാണ് ഈ സീനിയർ പ്ലാന്റ്. ഇപ്പം അതിൻ്റെ പുതിയ ഒരു ഹൈബ്രിഡ് വേർഷൻ വന്നതാണ് കേട്ടോ. അഞ്ചാമത്തെ കളർ എന്ന് പറയുന്നത് നമുക്ക് വരുന്നത് ഡാർക്ക് യെല്ലോ ആണ് കേട്ടോ, കട്ട മഞ്ഞയാണ്. അപ്പോൾ ഈ പ്ലാന്റിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ, ഈ സീനിയർ പ്ലാന്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ നിറയെ ബട്ടർഫ്ലൈസ് വരും കേട്ടോ. കാരണം ഇത് രാവിലെ ഈ 2 ബട്ടർഫ്ലൈസ് ഇതിനകത്ത് കയറിയതാണ്. ഞാൻ കുറേ വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ, ഷോർട്ട് വീഡിയോ കുറേ എടുത്തു. പക്ഷേ അവർ എന്നിട്ടും പോകുന്നില്ല കേട്ടോ. ഭയങ്കര ഭംഗിയായിട്ടുള്ള പ്ലാന്റ്, നമുക്ക് ഭയങ്കര സന്തോഷമാണ് ബട്ടർഫ്ലൈസൊക്കെ നമ്മളെ വീട്ടിൻ്റെ മുറ്റത്ത് ഇങ്ങനെ വന്നിരിക്കുക എന്ന് പറയുമ്പോൾ അല്ലേ. അപ്പോൾ ഇത്രയും 5 കളേഴ്സാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. രണ്ടാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ അസേലിയ പ്ലാന്റ് ആണ് കേട്ടോ. അസേലിയ ഭയങ്കര ഭംഗിയായിട്ടുള്ള കളർഫുള്ളായിട്ടുള്ള അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ. അങ്ങനെ നഷ്ടപ്പെട്ട് പോകുമൊന്നുമില്ല. അത് നമ്മുടെ എന്തെങ്കിലും പോട്ടി മിക്സിൻ്റെ കുറേ വളങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് ആളുകൾ പോട്ട് ചെയ്യാറുണ്ട്, പെട്ടെന്ന് വലുതാവട്ടെ എന്നിട്ട്. അതൊരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല കേട്ടോ. ആദ്യം നമ്മൾ പോട്ട് ചെയ്യുന്ന സമയത്ത് വളരെ കുറച്ച് വളം മാത്രമേ ഇടാൻ പാടുള്ളൂ. എന്നിട്ട് പിടിച്ചതിന് ശേഷമാണ് നമ്മൾ വളങ്ങൾ കുറേ ആഡ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അതിൻ്റെ റൂട്ടൊക്കെ ചീഞ്ഞ് പോകും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ചിലർക്കൊക്കെ സംഭവിക്കുന്നത്. പക്ഷെ കുറേ ആളുകളുടെ
കയ്യിലൊക്കെ നഷ്ടപ്പെടാതെ പ്ലാന്റ് ഉണ്ടായിട്ട് ഫ്ലവേഴ്സായിട്ട് എനിക്ക് കുറേ വീഡിയോസൊക്കെ ഇട്ട് തരാറുണ്ട്. അപ്പോൾ നമ്മൾ കൊടുക്കുന്നത് ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ ഈ പ്ലാന്റ് കണ്ടില്ലേ, ഇതിലൊക്കെ നിറയെ ഫ്ലവേഴ്സ് വിരിഞ്ഞതാണ്. ആ ഫ്ലവറൊക്കെ പൊഴിഞ്ഞു പോയതാണ് കേട്ടോ. വീണ്ടും വീണ്ടും ഫ്ലവേഴ്സ് വരും. ഇത് ഒരു ഭയങ്കര മഴക്കാലത്ത് മാത്രമാണ് നമുക്ക് ഫ്ലവേഴ്സ് ഇല്ലാത്തത്. കുറച്ച് വെയിലായി കഴിയുമ്പോൾ തൊട്ട് തന്നെ നമുക്ക് ഫ്ലവേഴ്സ് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള പ്ലാന്റിനകത്ത് ഫ്ലവേഴ്സ് ഇല്ല കേട്ടോ. ഫ്ലവേഴ്സൊക്കെ പൊഴിഞ്ഞു പോയതാണ്. അത്യാവശ്യം കണ്ട് ഇത്രയും ഹെൽത്തിയായ നല്ല മെച്ചേർഡായ പ്ലാന്റാണ്. കണ്ടില്ലേ, ഇത്രയും സ്റ്റെമ്പ് കട്ടിയായിട്ടുള്ള പ്ലാന്റുകളാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഫ്ലവറൊക്കെ പൊഴിഞ്ഞു പോയ സൈസാണ് കേട്ടോ. അപ്പോൾ കുറച്ച് പ്ലാന്റിനകത്തൊക്കെ കണ്ട മുട്ടുകൾ കണ്ട വിരിയാറായ മുട്ടുകളാണ്. അങ്ങനത്തെ ഫ്ലവർ വിരിഞ്ഞു പോയതും അതിനുശേഷം പുതിയ മുട്ടുകൾ വന്ന് ഫ്ലവർ വിരിയാനായ വലിയ ഹെൽത്തിയായ മെച്ചേർഡായ പ്ലാന്റാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, 1-2 പ്ലാന്റിനകത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ ഫ്ലവേഴ്സ്. അപ്പോൾ ഫ്ലവർ ഇല്ലാത്ത നമ്മളെങ്ങനെ കൊടുക്കുക എന്നറിയോ, ഇതിൻ്റെ ലീഫിൻ്റെ ഡിഫറൻറ്റ് നോക്കിയിട്ടാണ് കൊടുക്കുക. ഇപ്പോൾ ഈ ഒരു പ്ലാന്റ് കണ്ടില്ലേ, ഞാൻ പറഞ്ഞ പോലെ ഇത്രയും ഹെൽത്തി ആയ പ്ലാന്റ്. അപ്പോൾ ഈ പ്ലാന്റിൻ്റെ ലീഫ് കണ്ടോ, ഈ ലീഫ് ഒരു പ്രത്യേക ഷേപ്പാണ് കേട്ടോ. ഇതിൻ്റെ ലീഫ് കണ്ടോ, ഇതിനൊരു പ്രത്യേക ഷേപ്പാണ്. ഇതിൻ്റെ ഇങ്ങനെ കൂർത്തിട്ടാണ് ഈ പ്ലാന്റ് ഉള്ളത്. അപ്പോൾ അത് നോക്കുമ്പോൾ അടുത്ത പ്ലാന്റിൻ്റെ ലീഫ് കണ്ടോ, അടുത്ത പ്ലാന്റിൻ്റെ ലീഫ് എന്ന് റൗണ്ടായിട്ടാണ്. അതിൻ്റെ കളറിനും കുറച്ച് ഷെയ്ഡ് വ്യത്യാസമുണ്ട്. ഇതിൻ്റെ ലീഫിൻ്റെ കളർ ഒരു എല്ലാം ലൈറ്റ് ഗ്രീനാണ് കേട്ടോ. ഒരു വൈറ്റ് കളറിന് ലൈറ്റ് ഗ്രീനാണ്. അപ്പോൾ അതിൽ വരുന്ന കളർ ഇതാണ്. വൈറ്റും റോസും കളർ കോമ്പിനേഷനാണ്. ഡബിൾ പെറ്റൽസാണ്. എല്ലാം റെയർ കളേഴ്സാണ് കേട്ടോ നമ്മുടെ കയ്യിലുള്ളത്. ഒരു 13 കളേഴ്സോളം ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഈ പ്ലാന്റിൻ്റെ ലീഫ് കണ്ടോ. ഈ പ്ലാന്റിൻ്റെ ലീഫ് നമ്മൾ ഡാർക്ക് ഗ്രീനാണ് കേട്ടോ. ഡാർക്ക് ഗ്രീന് കുറച്ചിങ്ങനെ ഒരു നാരോ ലീഫായിട്ട്, ഈ ലീഫിന് കുറച്ച് വലിപ്പം കൂടുതലാണ്. അപ്പോൾ ഇതിൻ്റെ കളർ ഏതാണെന്നറിയോ, ഒരു ലൈറ്റ് വൈറ്റും ഒരു പീച്ച് കളറും കൂടെ കളർ കോമ്പിനേഷനാണ്. ഒരു പീച്ചും വൈറ്റും കളർ കോമ്പിനേഷൻ, ഒരു വയലറ്റ് കളറിന് എന്താ ഡബിൾ ഷെയ്ഡുള്ള ഈ പ്ലാന്റൊക്കെ കുറേ നമ്മുടെ കയ്യിലുണ്ടായിരുന്നതാണ്. നമ്മൾ കുറേ സെയിൽ ചെയ്തതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഓരോ ലീഫിൻ്റെയും കളറ് ഫ്ലവറിൻ്റെ കളർ ഏതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്ത് നമുക്ക് 10 മണിയുടെ പ്ലാന്റാണ് കേട്ടോ. അതിന് ടേബിൾ റോസ് എന്നും വേറെ എന്തൊക്കെയോ പേരുകളിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്താ പറയുക, നല്ല വെയിൽ കൂടുന്തോറാണ് അതിന് പൂക്കൾ വിരിഞ്ഞ് വരിക. ഒരു 10 മണി കഴിയുമ്പോൾ നല്ല ഫ്രഷായിട്ട് നല്ല രീതിയിൽ ഫ്ലവേഴ്സ് വരും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താ പറയുക, നല്ല വെയിൽ തന്നെ ഈ പ്ലാന്റിനെ വെച്ച് വളർത്താൻ നോക്കണം. അപ്പോൾ നമ്മുടെ കയ്യിൽ 2 തരം പ്ലാന്റുകളുണ്ട്. ഒന്ന് ജിഫി ബാഗിലുള്ള പ്ലാന്റും ഒന്ന് വലിയ പോട്ടിലുള്ള പ്ലാന്റുമാണ് കേട്ടോ. അപ്പോൾ ഒരു 15 കളേഴ്സോളം നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. അടിപൊളി റെയർ കളേഴ്സാണ് ഗൈസ്. ഞാൻ കുറേ കാലമായിട്ട് അന്വേഷിച്ച് നടന്ന കളേഴ്സാണ് കേട്ടോ അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ 10 മണി നമ്മൾ നടേണ്ടത് എങ്ങനെയാണെന്നറിയോ, നമ്മൾ വേണമെങ്കിൽ വലിയൊരു ഗ്രോ ബാഗോ അല്ലെങ്കിൽ വലിയൊരു പോട്ടിലോ വെച്ചിട്ട് ഇതിനെ നടാൻ, ഒന്നുമില്ല വെറും ഒരു പ്ലാസ്റ്റിക് കവറിൽ നട്ടാലും കൂടെ മതി. എന്നിട്ട് നല്ല വെയിൽ, ഒരു 8 മണിക്കൂറെങ്കിലും ഈ പ്ലാന്റിന് വെയിൽ വേണം കേട്ടോ. അപ്പം അങ്ങനത്തെ സ്ഥലത്ത് വെച്ചിട്ട് വേണം നമ്മൾ ഈ പ്ലാന്റിനെ വളർത്താൻ. പിന്നെ മഴക്കാലമൊക്കെ ആയി കഴിയുമ്പോൾ നമ്മൾ മഴ തട്ടാത്ത ഒരു ഏരിയയിലേക്ക് അതിനെ എടുത്ത് മാറ്റുക, മഴ തട്ടാതെ വെക്കുക. എന്നിട്ട് വീണ്ടും നല്ല വേനലായി കഴിയുമ്പോൾ നല്ല വെയിലത്ത് വെച്ച് വളർത്തി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കട്ടിങ്സും ഇതിൽ നിന്ന് കിട്ടും. നിറയെ ഫ്ലവേഴ്സായിട്ട് അങ്ങനെ വലിയ കെയറിങ്ങിൻ്റെ ആവശ്യം, ഒരുപാട് വളങ്ങളൊന്നും വേണ്ടാത്തൊരു പ്ലാന്റാണ് ഈ 10 മണി പ്ലാന്റ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, പ്ലാന്റുകളൊക്കെ കണ്ടല്ലോ അല്ലേ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പ്ലാന്റുകൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യണം. എൻ്റെ നമ്പർ ഞാനിതാ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഒരു ഇൻസ്റ്റാഗ്രാമും ഷാസവൻ എന്ന് പറഞ്ഞ് ഫേസ്ബുക്കും കൂടെ ഉണ്ട്. അപ്പോൾ അതും കൂടെ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യൂ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷം. ഇൻഷാ അല്ലാഹ് വീണ്ടും ഞാൻ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. ഓക്കെ ദെൻ, ബൈ.